2024 ജനുവരി മാസത്തിൽ നടന്ന സെറ്റ് എക്സാമിൽ എൻട്രി ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച മാർക്കോടുകൂടി വിജയിക്കുവാൻ കഴിഞ്ഞു. ഇതിനുശേഷം എൻട്രി നിങ്ങളുടെ മുന്നിലേക്ക് ഏറ്റവും പുതിയ സെറ്റിൻ്റെ കോഴ്സ് അനൗൺസ് ചെയ്യുകയാണ് സെറ്റ് യുഗ. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ കോഴ്സിൻ്റെ ദൈർഘ്യം, കോഴ്സ് എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിഖിൽ. ആദ്യം എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന സെറ്റിൻ്റെ എക്സാമുകൾ ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, സെറ്റ് ജനറൽ പേപ്പറിന് മാത്രമായിട്ടുള്ള കോച്ചിങ്ങും എൻട്രി നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സബ്ജക്റ്റ് വൈസ് പേപ്പറുകളും നൽകുന്നുണ്ട്. ജനറൽ പേപ്പറിനോടൊപ്പം തന്നെ സെറ്റിൻ്റെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, ഹിസ്റ്ററി, മാത്സ്, എക്കണോമിക്സ്, ബോട്ടണി, കെമിസ്ട്രി, സുവോളജി, ഫിസിക്സ്, മലയാളം എന്നീ സബ്ജക്റ്റ് പേപ്പറുകളുടെയും ക്ലാസ്സുകൾ എൻട്രി നൽകുകയാണ്. കഴിഞ്ഞ 2024 ജനുവരി മാസത്തിൽ നടന്ന എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പുതിയ രീതിയിലെ ചോദ്യങ്ങൾ ഒക്കെ വന്ന സമയത്ത് നമ്മുടെ മോഡൽ എക്സാംസും അതുപോലെ തന്നെ ലൈവായിട്ട് നൽകപ്പെട്ട എക്സാംസും ഒക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഫലപ്രദമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ചോദ്യ പാറ്റേൺ മാറുന്നു എന്നൊരു ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മാറി വരുന്ന ട്രെൻഡിനനുസരിച്ചാണ് എൻട്രിയുടെ ഏറ്റവും പുതിയ സെറ്റ് കോഴ്സായിട്ടുള്ള യുഗ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. വരാൻ പോകുന്ന സെറ്റ് എക്സാം ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും. അതായത് 2024 ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കാം നമ്മുടെ എക്സാം വരാൻ പോകുന്നത്. അത്യാവശ്യ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം സമയം നമുക്കുണ്ട്. പഠനം നടത്താനും മുന്നോട്ട് പോകാനും ഒക്കെയുള്ള സമയവും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 100 ദിവസം കൊണ്ട് നമ്മുടെ ജനറൽ പേപ്പർ ആകട്ടെ, അതല്ല സബ്ജക്റ്റ് പേപ്പർ ആകട്ടെ, അത് നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചെടുക്കുന്ന രീതിയിൽ, അതായത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് കോഴ്സ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എന്താണ് പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ഏതൊരു എക്സാം എഴുതാൻ പോകുമ്പോഴും നമ്മൾ അതിൻ്റെ സിലബസ് വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ സിലബസ് ഡിസ്കഷനാണ് ആദ്യം നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജനറൽ പേപ്പർ, സബ്ജക്റ്റ് പേപ്പർ എടുക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 പേപ്പറിൻ്റെ സിലബസ് ഡിസ്കഷനുമായിട്ടാണ് എത്തുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് PYQ അനാലിസിസ് ആണ്. ഏറ്റവും അവസാനമായിട്ട് നടന്ന ഒരു സെറ്റിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതിനുശേഷം നിങ്ങളെ കൊണ്ട് ഒരു എക്സാം എഴുതിപ്പിക്കുകയാണ്. ഇതിനാണ് യൂസർ ലെവൽ ചെക്കിംഗ് എക്സാംസ് എന്നറിയപ്പെടുന്നത്. ഈ എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്കോ ആകട്ടെ, മാർക്ക് വളരെ കുറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് താഴ്ന്നു പോവുകയോ ചെയ്യട്ടെ, അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മളിപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, എത്രമാത്രം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ശരിക്കും നമുക്കറിയാം എക്സാം എന്തായാലും ജൂൺ ജൂലൈ മാസത്തിലാണ്. ഇപ്പോൾ മാർച്ച് മാസമാണ് ആയത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ 100 ദിവസം കൊണ്ട് സെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന സമയം നമുക്കിവിടെയുണ്ട്. അത്യാവശ്യം നല്ല സമയമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ സമയം മാക്സിമം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ സെറ്റ് നമുക്ക് കടന്ന് കയറാൻ കഴിയും. അടുത്തൊരു HSA എക്സാം ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കിംവദന്തികൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ, അപ്പോൾ സെറ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെൻഷനും യാതൊന്നും നമുക്ക് ആവശ്യം ഉള്ളതല്ല. ഇനി സെറ്റ് യുഗ കോഴ്സിലേക്ക് കടക്കുമ്പോൾ, നമ്മുടെ കോഴ്സിൻ്റെ സ്ട്രക്ചറിലേക്ക് കടക്കുമ്പോൾ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് 25 ദിവസത്തെ 4 ഫേസുകളായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ് എത്തുന്നത്. ഓരോ 25 ദിവസം കൂടുമ്പോഴും ഈച്ച് ഫേസ് ഹാവ് 1 മോഡൽ എക്സാം. ഓരോ മോഡൽ എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, 25ാമത്തെ ദിവസത്തിൽ മാത്രമാണോ ഒരു മോഡൽ എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്? അതുവരെ ഒരു എക്സാമും ഇല്ലേ? തീർച്ചയായിട്ടും ഒത്തിരി എക്സാംസ് ഈ 25 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു പോകുന്നു. ലൈവ് എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പഠിച്ചു പോകുന്ന ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാംസ് ഉണ്ടായിരിക്കും. അതുപോലെ സൂപ്പർ ഹോളിഡേയ്സും ഇവിടെ വരുന്നുണ്ട്. എന്താണ് സൂപ്പർ ഹോളിഡേയ്സ്? വീക്ക്ലി റിവിഷൻ എക്സാംസ്. നമ്മൾ ആദ്യത്തെ 5 ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ചു പോകുന്ന സിലബസിൻ്റെ ഓരോ ടോപ്പിക്ക് നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ പഠിച്ചു പോകുന്നതിൻ്റെ അടിസ്ഥാന
അടിസ്ഥാനത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളൊരു സൂപ്പർ റിവിഷനും നടത്തുന്നുണ്ട്. ഈ സൂപ്പർ റിവിഷൻ്റെ അടിസ്ഥാനത്തിലാണ് സൂപ്പർ ഹോളിഡേ എന്നറിയപ്പെടുന്ന എക്സാമും വരുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ പഠിച്ചു പോകുന്നില്ല, പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷനും നമ്മൾ നടത്തുന്നു. എക്സാംസിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് വീക്ക്ലി ലൈവ് സെഷൻസും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഓരോ വീക്കും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുമായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രയാസകരമായ മേഖലകളിൽ അധ്യാപകർ ലൈവ് ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതാണ് വീക്ക്ലി ലൈവ് സെഷൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഷുവർ ടോപ്പിക് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. നമുക്കറിയാം സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചില മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രധാനപ്പെട്ട മേഖലകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഷുവർ ഷോർട്ട് PYQ അല്ലെങ്കിൽ ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളും മറ്റൊരു പാക്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ പഠിക്കാൻ കഴിയില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സൊക്കെ പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആകെ ഡിപ്പാവും അല്ലേ. കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആകെ മടുപ്പ് വരും. ഈ ഒരു സമയത്താണ് അധ്യാപകർ ലൈവ് ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിനോടൊപ്പം തന്നെ അവർ മോട്ടിവേഷനും നിങ്ങൾക്ക് നൽകുന്നു. ഈ മോട്ടിവേഷനിലൂടെ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുള്ള ഊർജ്ജം എന്തായാലും നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് മോട്ടിവേഷൻ വീഡിയോസും മോട്ടിവേഷൻ ക്ലാസ്സസും. ഒപ്പം തന്നെ നമ്മുടെ ഫീച്ചേഴ്സ് ഇപ്പോൾ ലൈവ് ക്ലാസ്സിൻ്റെയൊക്കെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, അപ്ഡേഷൻസ് അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ടെലഗ്രാം കമ്മ്യൂണിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കും. ഇതിലൂടെ നിങ്ങളെ ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ നമ്മൾ പാസ് ചെയ്യുന്നത് ഈ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെ ആയിരിക്കും. ഈ രീതിയിലാണ് എൻട്രിയുടെ സെറ്റ് യുഗ കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം മാക്സിമം നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്ന രീതിയിൽ വെറും 100 ദിവസം കൊണ്ട് സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്ത് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ റിവിഷൻ നടത്തുന്നു, പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകൾ പരിചയപ്പെടുത്തുന്നു, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നു. മാക്സിമം ലൈവ് എക്സാംസ് എന്ന് പറയുന്നത് 24 hours ആപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നതാണ് ലൈവ് എക്സാംസ്, ടോപ്പിക് ബേസ് എക്സാംസ് തുടങ്ങി ഒരുപാട് എക്സാം ഫീച്ചേഴ്സും നിങ്ങളുടെ മുന്നിലേക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ചൊരു കോഴ്സാണ് എൻട്രി ഒരുക്കുന്ന സെറ്റ് യുഗ എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ഫീസിലാണ് എൻട്രി ഈ ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സെറ്റ് യുഗ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി സ്ക്രോൾ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ബാനറിൽ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ കോഴ്സ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ. ഈ ജൂൺ ജൂലൈ മാസത്തിൽ വരാൻ പോകുന്ന സെറ്റ് എക്സാം എല്ലാവർക്കും എഴുതിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.